തോട്ടുങ്ങൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ചാത്തൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ജൂലൈ 12, 13, 14 എന്നീ തീയതികളിൽ ആചാരവിധി പ്രകാരം ചിത്രമഹോത്സവം കൊണ്ടാടുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനു മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ തോട്ടുങ്ങൽ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീകാന്ത് ബാലൻ, സെക്രട്ടറി നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. അദ്ദേഹത്തെ വളരെ ഭക്ത്യാദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ മറ്റൊരു വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് എൻ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ പുരസ്കാര ജേതാവ് കൂടിയായ ശ്രീമാൻ എൻ രാധാകൃഷ്ണൻ ചേട്ടനെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാര മണ്ഡപം സമർപ്പിക്കാനായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർ, അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സ്വാമി നന്ദാത്മജാനന്ദ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ എനിക്ക് മുന്നേ സ്വാഗതം പറഞ്ഞ പ്രിയ സുഹൃത്ത് PS നന്ദകുമാർ, കൂടാതെ ആശംസ പ്രസംഗം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ സമയം നഷ്ടപ്പെടുത്താനില്ല, എല്ലാവരെയും, ഭക്തജനങ്ങളെ, സമയപരിധി മൂലം ഒരു സുദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഈ പരിപാവനമായ ക്ഷേത്രം ഓരോ ഭക്തരുടെയും ആശ്രയകേന്ദ്രമാണ്. ഓരോ ദിനം കഴിയുന്തോറും ക്ഷേത്രവും പരിസരവും ജനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാർ പങ്കെടുക്കുന്ന ഈ ബൃഹത്തായ ചടങ്ങ്. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ മൂർത്തികൾ എല്ലാവരിലും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ചൊരിയട്ടെ എന്ന് ഞാൻ ഈ ആശംസാ പ്രസംഗത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. 19 സ്ഥാനമേറ്റതിനു ശേഷം 2021 മുതൽ ഗോവ ഗവർണർ പദവിയിലാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ വെൺമണിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ദേശീയ നേതൃത്വത്തോളം വളർന്ന, എന്നാൽ അതോടൊപ്പം തന്നെ കേരള മണ്ണിനെ നെഞ്ചോട് ചേർക്കുന്ന ഈ അതുല്യ പ്രതിഭ നമ്മുടെ ഒരു സൗഭാഗ്യമാണ്. തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ അക്ഷരങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ആർജവമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മിസോറാം ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം രചിച്ച ഓ മിസോറാം എന്ന മിസോറാമിന്റെ ചരിത്രം ഉൾപ്പെടെയുള്ള കൃതി, ചരിത്രം, രാഷ്ട്രീയം, നിയമം മുതൽ AI വരെ ഒതുങ്ങാത്ത വിജ്ഞാനത്തിന്റെ സബരിയോടെ 200-ലധികം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി നമ്മോട് സംവദിക്കാനും ഒപ്പം ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുള്ള ഒരു ചടങ്ങിലാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. അന്ന് ഈ നമ്മുടെ എല്ലാം വിശ്വാസവും നമ്മുടെ എല്ലാം ജീവിതത്തിലെ തന്നെ എല്ലാം ഇവിടെ സമർപ്പിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിന് മുമ്പിൽ അവിടെ ആരാധന നടത്താനും ആ മണ്ഡപങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം ദൈവാനുഗ്രഹത്താൽ നടത്തിയതായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സമർപ്പണം ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഗ്രാമക്ഷേത്രങ്ങളുടെ പങ്ക് നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഞാനൊരു വലിയൊരു പുസ്തകം വായിച്ച് ഒരുപാട് പേജുള്ളതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഇന്ത്യയിലെത്തി. പക്ഷെ 250 കൊല്ലക്കാലം അവർക്ക് ഇന്ത്യയിലെ ജനങ്ങളെ അവര് ആഗ്രഹിച്ചതുപോലെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. പാർലമെന്റ് പൂർണ്ണമായ അധികാരത്തിലെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വഴി 1857 ശേഷമാണ് അത് സാധ്യപ്രായമായത് എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ രത്ന ചുരുക്കം. അപ്പം ഞാൻ ആലോചിച്ചു,
ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും കോളനി ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാർക്ക് അമേരിക്കയിലൊക്കെ ഏതാനും കൊല്ലമേ വേണ്ടി വന്നുള്ളൂ ആളുകളെ മാറ്റിയെടുക്കാൻ. പക്ഷെ ഭാരതീയ സമൂഹത്തെ അത് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ശക്തിയാണ്. അവരുടെ ആത്മീയതയിലൂന്നിയ വിശ്വാസത്തിന്റെ ആഴവും പരപ്പുമാണത് ബോധ്യപ്പെടുത്തുന്നത്. അതിനെപ്പറ്റിയൊക്കെ വേണ്ടത്ര സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആളുകൾ പറഞ്ഞതിനകത്ത് സൂചനകൾ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത്ര ഇപ്പോഴും അതിലൊക്കെ ഗവേഷണം നടത്തി ആ കാര്യങ്ങളിലേക്ക് പോകാൻ സാധിച്ചോ എന്ന് സംശയമാണ്. എല്ലാത്തിനെയും അതിജീവിച്ചത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സനാതന ധർമ്മത്തിന്റെ, പ്രത്യേകിച്ചും മറ്റെല്ലാ മതങ്ങളെയും ഞാൻ മാനിക്കുന്നു, അവർക്കെല്ലാം പങ്കുണ്ട്. പക്ഷെ സനാതന വിശ്വാസത്തിന്റെ മൂല്യത്തിൽ ഉറച്ചു നിന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും കീഴടങ്ങാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഔറംഗസേബ് നിങ്ങൾക്ക് കാശിയിൽ പോയി ആരാധന നടത്തണോ, ജസിയ എന്ന നികുതി കൊടുക്കണമെന്ന് വന്നപ്പോൾ അത് കൊടുത്തുകൊണ്ടായാലും ഈ നമ്മുടെ കൊച്ചിയിലെയും കേരളത്തിലെയും തിരുവിതാംകൂറിലെയും ഒക്കെ ആളുകൾ പോയിരുന്നതായിട്ടാണ് ചരിത്രം കാണിക്കുന്നത്. ഇത്രമാത്രം വിശ്വാസം അരക്കിട്ടുറപ്പിച്ച സമൂഹം, അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്. മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ചെറിയ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ രാജനൈതിക പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ഞാനിവിടെ പരിപാടിക്ക് വന്നത് ഓർക്കുകയാണ്. അന്നൊരു ചെറിയ ക്ഷേത്രമായിരുന്നു. ഇന്ന് കൂട്ടായ്മ കൊണ്ട്, നമ്മൾ ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ട്, നമ്മുടെ ആ മഹാശക്തിക്ക് ദൈവികമായ എല്ലാ അനുഗ്രഹവും ഉണ്ടായ സാഹചര്യത്തിൽ ഇതിന്ന് 1,00,000 രൂപ ഒരാൾക്ക് അവാർഡായി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണം വളർന്ന് വികസിച്ചു എന്ന് കാണുമ്പോൾ ഞാൻ നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രത്യാശാ നിർഭരമായ മുന്നോട്ടുള്ള പ്രയാണത്തെ ആദരവോടെ, സ്നേഹത്തോടെ, വലിയ പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ്. അതുകൊണ്ട് പ്രചാരകനായി തലശ്ശേരി ഏറ്റവും അധികം പ്രശ്നരൂക്ഷിതമായ ഒരു പ്രദേശത്ത് ആ സന്ദേശവുമായി അവിടെ പോയ അക്കാലത്തെ ഇത്ര തടിയില്ല ആ രാധാകൃഷ്ണൻ ഞാൻ ഓർക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രയാണത്തിൽ അദ്ദേഹം രാജനൈതിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്താണ് നമുക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാവുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രതിഭ, ഒരാളിൽ അന്തർലീനമായ സർഗശക്തി, ഒരാൾക്ക് സർവശക്തൻ ജന്മനാ നൽകിയ അല്ലെങ്കിൽ പിന്നീട് പരിപോഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, ആ കഴിവുകൾ പല രൂപത്തിലാകാം. ആ കഴിവുകളെയെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ തളച്ചിടാനാവില്ല. വളരെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ച ആളുകളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അത് ഏത് പാർട്ടിക്കാരായാലും ഏത് ഭരണാധിപന്മാരായാലും അവരൊക്കെ ഒരു ചട്ടക്കൂടിൽ അതിനെ അനുസരിക്കുകയും രാധാകൃഷ്ണൻ ഒരിക്കലും ആ ചട്ടക്കൂട് ലംഘിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ചെറിയ ഹോട്ടൽ, അതിനുവേണ്ടി ധനലക്ഷ്മി ബാങ്ക് 2 ലക്ഷം രൂപയും സൈൻ 1 ലക്ഷം രൂപയും കൊടുത്തുള്ള പദ്ധതിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറിൽ നിന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഏറ്റെടുത്ത 1 ലക്ഷം രൂപ സൈനിൻ്റെ ട്രഷറായ ശ്രീമാൻ KT ബിനീഷിനെ ഈ ഹോട്ടൽ ചടങ്ങിൻ്റെ ആദ്യ പരിപാടി എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി ഞാൻ ഏൽപ്പിക്കുകയാണ്. ആ പണം ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. നമസ്കാരം. കദളിപ്പഴം തൃക്കയിൽ കരുതുവാനയും നൽകുവാനൊരു ദിനം അരികിലെത്താം ഗുരുവായൂരം കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുവാൻ തുളസിഹാരം ഓടക്കുഴൽ ഞാൻ നടയിൽ വയ്ക്കാം ചേലഞ്ചുമൈ
കദളിപ്പഴം കണ്ഠത്തിലണിയുക തുളസിഹാരം തൃക്കൈയിൽ കരുതുവാനറുമെന്നയും നൽകുവാനൊരു ദിനം അരികിലെത്താൻ ഗുരുവായൂരമ്പലനടയിലെത്താൻ ഓടി വന്നെന്നെ സ്വീകരിക്കാൻ നീ തിരുനടയിൽ കാത്തു നിന്നിടുമോ ഓടി വന്നെന്നെ സ്വീകരിക്കാൻ നീ തിരുനടയിൽ കാത്തു നിന്നിടുമോ പരിഭവമൊക്കെ ഞാനോതിടുമ്പോൾ മടിയിലിരുന്നതു കേട്ടിടാം പരിഭവമൊക്കെ ഞാനോതിടുമ്പോൾ മടിയിലിരുന്നതു കേട്ടിടാം കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുക തുളസിഹാരം തൃക്കൈയിൽ കരുതുവാനറുമെന്നയും നൽകുവാനൊരു ദിനം അരികിലെത്താൻ ഗുരുവായൂരമ്പലനടയിലെത്താൻ കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുക തുളസിഹാരം തൃക്കൈയിൽ കരുതുവാനറുമെന്നയും നൽകുവാനൊരു ദിനം അരികിലെത്താൻ ഗുരുവായൂരമ്പലനടയിലെത്താൻ കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിലണിയുക തുളസിഹാരം തൃക്കൈയിൽ കരുതുവാനറുമെന്നയും നൽകുവാനൊരു ദിനം അരികിലെത്താൻ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇവിടെ ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ശ്രീകാന്ത് ബാലൻ അവർ, ശ്രീ നന്ദകുമാർ PS, അതുപോലെ ഇവിടെ ആദരിക്കപ്പെട്ട സ്വല്പം മുമ്പ് വേദി വിട്ടുപോയ ശ്രീ AL രാധാകൃഷ്ണൻ അവർ, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കുകൊണ്ട ശ്രീ PS ശ്രീധരൻപിള്ള അവർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ശ്രീമദ് സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ അനുഗ്രഹ പ്രഭാഷണം
എന്നുള്ള ഒരു ചടങ്ങിന് വേണ്ടിയാണ് എന്നിവിടെ ക്ഷണിച്ചത്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇവിടെ കുറച്ച് കുട്ടികളാണ് ഈ പരിപാടിയിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുക. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കണം എന്നാണ് എന്നോട് സംഘാടകർ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കഥ പറയും. കഥ എന്നുള്ളൊരു സംഭവമാണ്, ചരിത്ര സംഭവമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു ഗോപുരമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യകത എന്താണ്? ഈ നാട്ടുകാർ ഈ ക്ഷേത്രത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? പ്രത്യേകിച്ചും നമ്മളുടെ ഈ നാടിൻ്റെ നട്ടെല്ലായിട്ടുള്ള അമ്മമാർ, സ്ത്രീകൾ, മാത്രമല്ല വരും തലമുറയിലെ പ്രതീക്ഷകളായ ഇന്നത്തെ കുട്ടികൾ, അവരൊക്കെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള 1-2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഒരു പശ്ചാത്തലം എന്നോട് ഞാൻ ഒരു സംഭവം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിനെ പറ്റി. ആരൊക്കെ കേട്ടിട്ടുണ്ട്? നമ്മളിവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും കാക്കശ്ശേരി ഭട്ടതിരിപ്പാട്? അല്ലെങ്കിൽ ഐതിഹ്യമാല എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട്. ഈ കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിനോട് ആ നാട്ടിലെ ബ്രാഹ്മണരെല്ലാവരും കൂടി ചെന്നിട്ട് ഒരു പരാതി പറഞ്ഞു. നിങ്ങൾ മാത്രമാണ് ഈ നാട്ടിൽ സന്ധ്യാവന്ദനാദികൾ ചെയ്യാണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സന്ധ്യാവന്ദനാദികൾ എന്ന് വെച്ചാൽ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? അതായത് സാധാരണ പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ അവർ രാവിലെയും വൈകിട്ടുമൊക്കെ ചെയ്യുന്ന ഗായത്രി മന്ത്ര ജപത്തിനും ഒക്കെ കൂടി ചേർത്ത് പറയുന്നത്, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഈ സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്ന ഒരു പരിശീലനം നമ്മളൊക്കെ സമൂഹത്തിൽ ശീലിച്ചിട്ടുള്ളതാണ്. എന്തായാലും ശരി, ഈ കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിനോട് ആ നാട്ടിലെ ബ്രാഹ്മണ പുരോഹിതന്മാരെല്ലാവരും കൂടി ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന് മുഴുവൻ ഒരു നാണക്കേടാണ്. എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമാണ് ഈ സന്ധ്യാവന്ദനാദികൾ ചെയ്യാതിരിക്കുന്നത്. ഈ സന്ധ്യാവന്ദനം ചെയ്യുന്നത്, ഗായത്രി മന്ത്രജപം നടക്കുന്നത് സൂര്യോദയ സമയത്താണ്. സൂര്യോദയത്തിന് മുമ്പായിട്ട് ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നാണക്കേടാണ് എന്ന് പറഞ്ഞപ്പോഴേ കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് ഒരു മറുപടി പറഞ്ഞു. എന്താണെന്ന് പറയുക മറുപടി? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജ്ഞാന സൂര്യൻ നിറഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ജ്ഞാന സൂര്യൻ അസ്തമിച്ചിട്ട് വേണ്ടേ ഞാൻ സന്ധ്യാവന്ദനാദികൾ ചെയ്യാൻ. പ്രാദേശിക ചാനലുകൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജനമനസ്സുകളിലേക്ക് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും രാഷ്ട്ര ജീവിതത്തെക്കുറിച്ചും എത്തിക്കുന്നതിൽ പങ്ക് വഹിക്കുന്നു. ഇവിടെ വൈപ്പിൻ ചരിത്രപറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. അവിടെ ഈ ചാനൽ വൻ വിജയമാകട്ടെ, കൂടുതൽ നിങ്ങൾക്കവരെ സേവനം നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.